CPM എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം അതാണ് കേട്ടോ. അതായത് ഇവർ പറയുന്നത് തെറ്റ് തിരുത്തുമെന്നൊക്കെയാണ്. തെറ്റ് തിരുത്തും, ഇത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം കേട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞു തെറ്റ് തിരുത്തും. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ അങ്ങേപ്പുറത്തേക്ക് പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞു തെറ്റ് തിരുത്തും. എവിടെ തിരുത്താൻ? ആഴത്തിൽ തിരുത്തുന്ന പറഞ്ഞത്. ഒരു തിരുത്തലും CPM നടത്തില്ല എന്നുള്ളത് നമുക്ക് മുന്നിൽ തെളിവുകളുണ്ട്. കാരണം തിരുത്താത്തതിന് കാരണം, അല്ലെങ്കിൽ തിരുത്താൻ ഇവർ ധൈര്യപ്പെടാത്തതിന് കാരണം, ഇവർക്കറിയാം ആരാണ് തെറ്റ് ചെയ്തത് എന്ന്. എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്രമാത്രം അപഹാസ്യമായ തോൽവിയിലേക്ക് പോയത് എന്ന് ഓരോ CPM നേതാവിനും അറിയാം. അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നൊക്കെ വെറുതെയാണ്. ഇത് കാരണഭൂതം മുതൽ മരുമോൻ മുതൽ അപ്പംഗോവിന്ദൻ മുതൽ ശ്യാമള മുതൽ ഇങ്ങേ തലയ്ക്കിലേക്ക് വരുന്ന, ഇനി അതിന്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കേണ്ട ഒരാളുടെ MA ബേബി പറയാം. MA ബേബി മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും താഴെയുള്ള ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ ഏറ്റവും എന്താ പറയാ ഒരു പ്രവർത്തകൻ വരെ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് തോറ്റു. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. നമ്മൾ പല രീതിയിൽ ഇതിനെ സമീപിക്കാം. വേണമെങ്കിൽ ഒരു വലിയ പ്രബന്ധം രചിക്കാം നമുക്ക്. അതല്ലെങ്കിൽ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഒറ്റ വാക്കിൽ ഉത്തരം സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം സെബാസ്റ്റ്യൻ പോളിനെ നമുക്ക് ആർക്കും അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സെബാസ്റ്റ്യൻ പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരൊന്നുമല്ല. ഇപ്പോഴും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് സെബാസ്റ്റ്യൻ പോൾ, അല്ലേ? ആ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതെന്താണ് ഉത്തരം? പിണറായി വിജയനാണ്. ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിൽ സെബാസ്റ്റ്യൻ പോളിന്റെ ഒരു വലിയ ലേഖനമുണ്ട് കേട്ടോ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ശ്രീമതി ടീച്ചറെ കുറിച്ചാണ്. അതായത് നമുക്ക് പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ശ്രീമതി ടീച്ചർക്കായിരുന്നു കേട്ടോ. ശ്രീമതി ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതെന്താണെന്നറിയോ? ശ്രീമതി ടീച്ചർ പറയുന്നത്, ജനമനസ് മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. എന്തൊരു തോൽവിയാണ് ടീച്ചർ, അല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യത്തെ വാചകമാണ് എന്താണ്? ജനമനസ് മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി ശ്രീമതി ടീച്ചർ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നതാണ് നല്ലത്. ഇത്ര ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല തലങ്ങളില് അതിന്റെ നേതൃസ്ഥാനം വഹിച്ചിട്ട്, മുൻ മന്ത്രിസഭകളില് ആരോഗ്യവകുപ്പിന്റെ ഒക്കെ ചുമതല വഹിച്ച ശ്രീമതി ടീച്ചർ പറയുകയാണ് ജനമനസ് മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. തുടക്കവാചകമാണ്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ പദവിയിൽ തുടരുന്നതിൽ, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ തുടരുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പേ നമ്മുടെ വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ആ ചടങ്ങ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ആ ചടങ്ങ് TV യിൽ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതില് വിജയ് അത് കഴിഞ്ഞിട്ട് അധികാരം ഏറ്റെടുത്ത ശേഷം വിജയ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് കേട്ടോ. അത് കേട്ടിട്ടേ കണ്ടില്ലേ, രോമാഞ്ചം. ഞാൻ ആഗ്രഹിച്ചു പോയതെന്നറിയോ? വിജയ് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പോയിട്ടോ. വിജയിന്റെ പ്രസംഗമുണ്ടല്ലോ, അതായത് അധികാരമേറ്റ ശേഷം വിജയ് നടത്തുന്ന പ്രസംഗം, ആ സ്റ്റേഡിയത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഇരമ്പി മറിയുകയാണ് കേട്ടോ. സാധാരണ വിജയുടെ ഒരു സിനിമ കാണുമ്പോൾ ഏത് രീതിയിലാണോ ആരാധകർ തിയേറ്ററിനുള്ളിൽ ഇളകി മറിയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് രംഗത്തൊക്കെ ഏത് രീതിയിലാണോ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് വിസിലടിക്കുന്നത്, അതില് വിജയന്റെ ഓരോ പ്രഖ്യാപനം കേൾക്കുമ്പോഴേ ഈ എന്താ പറയാ സദസ്സിലിരിക്കുന്ന ഈ ജനങ്ങളില് ചില സ്ത്രീകളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് കസാരന്റെ മേലെ ചാടിക്കയറി നിന്നിട്ട് വിസിലടിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, ഇങ്ങനത്തെ ഒരു എന്താ പറയാ അവസ്ഥാവിശേഷം കേരളത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അത് പിണറായി വിജയൻ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ ഇയാളുടെ പ്രസംഗം നമ്മൾ എങ്ങനെയാണ് കേട്ടത്? ഇതല്ല, ഇത് വിജയ് പറയാണ് ഇതാ തുടങ്ങിക്കഴിഞ്ഞു, പുതിയൊരു യുഗം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇതാ കൗണ്ട് ചെയ്തോളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് ഇവിടുത്തെ സകലമാന വിഭാഗങ്ങൾക്കും സകലമാന ജനങ്ങൾക്കും ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെട്ടു പോയതേ. വിജയ് പറയുന്നു, ഇത് മറ്റേ TVKയുടെ മാത്രം സർക്കാരല്ല, ഇവിടുത്തെ 8 കോടി ജനങ്ങളും എന്റെ മക്കളാണെന്നാ പറയുന്നത്. ഇവിടുത്തെ 8 കോടി
8 കോടി തമിഴ്നാടിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ. അതല്ലാതെ പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ച പോലെ ഇത് CPM-ലെ ആൾക്കാർക്ക് മാത്രം നിയമനം, CPM-ലെ ആൾക്കാർക്ക് മാത്രം ഇവിടുത്തെ മറ്റ് ക്ഷേമ പദ്ധതികൾ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കുക എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ആശാവർക്കർമാരൊക്കെ 285 ദിവസം പൊരിവയിലും എന്താ പറയാ പെരുമഴയത്ത് നിർത്തിയ കാര്യമൊക്കെ നമുക്കറിയാം. വിജയ് പറയുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുക, പിണറായിയൊക്കെ കേൾക്കണട്ടോ, പിണറായിയൊക്കെ ആവർത്തിച്ച് കേൾക്കണം. വിജയ് പറയുകയാണ്, നിങ്ങളുടെ ഒരൊറ്റ പൈസ പോലും എനിക്ക് ആവശ്യമില്ല, ജനങ്ങളുടെ ഒരു നയ പൈസ പോലും എനിക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾക്കും അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. വിജയ്ക്ക് ഇവിടെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി നിന്നിട്ട്, പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി നിന്നിട്ട് ഇയാൾ ചെയ്ത തോന്നിയാസം പോലെ ഈ വിജയിന് ചെയ്യേണ്ട കാര്യമില്ല. ഈ മറ്റേ ഊരാളിനെ കൊണ്ട് ഒരു 50 കോടിയുടെ ഒരു പ്രോജക്റ്റ് 360 കോടിക്കാണ്ട് കൊടുക്കുക അല്ലേ. ഒരു 50 കോടിക്ക് തീരേണ്ട ഒരു സംഭവം 360 കോടി, ഒരു 50-60 ലക്ഷത്തിന് നടത്തേണ്ട ഒരു ആഗോള അയ്യപ്പ സംഗമം, അതിനൊരു 12 കോടി. അങ്ങനെ കോടികൾ വകയിരുത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് കോടികൾ അടിച്ചു മാറ്റുന്ന പരിപാടി തനിക്കില്ല. എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം ഒരു പൈസ പോലും എനിക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പോ എന്താണ് ആ സ്റ്റേഡിയം ആകെ ഇങ്ങനെ ഇളകി മറിയുകയാണ്. എന്നിട്ട് പറയാണ്, എന്റെ മന്ത്രിസഭയിൽ ഒരാൾ പോലും കട്ടുമുടിക്കില്ല. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അയാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എത്ര ആർജവത്തോടു കൂടിയാണ് പറയുന്നത് എന്നറിയോ. എല്ലാ ജനവിഭാഗങ്ങളെയും, ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷ. വിജയിന്റെ ഒരു സിനിമയില് വിജയ് ഏത് രീതിയിലാണ് അവിടെ വിജയിന്റെ പ്രകടനം എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് അല്ലെ. സ്ത്രീ സംരക്ഷകനായ, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ പഴയ MGR സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ അങ്ങപ്പുറത്തേക്ക് വിജയ് ഉയരുകയാണ്. ഇന്നലെ വരെ എന്താ പറഞ്ഞത്, വിജയ്ക്ക് എങ്ങനെയാണ് ഇത് പ്രീ പോൾ സർവേയിലും എക്സിറ്റ് പോൾ സർവേയിൽ ഉൾപ്പെടെ ഏതോ 1-2 ഏജൻസികൾ മാത്രമാണ് TVK മുന്നിലെത്തും എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും പറയുന്നത് അല്ലല്ല, സ്റ്റാലിൻ തന്നെ, DMK പരാജയപ്പെടുത്താനാവൂല. അവസാനം എന്തായി, പിന്നെ പറഞ്ഞു വിജയ് അരാഷ്ട്രീയക്കാരനാണ്. എന്നിട്ട് അരാഷ്ട്രീയക്കാരൻ, ഇവിടെ രാഷ്ട്രീയക്കാരും മുന്തിയ ചരക്കുകളാണല്ലോ രാഷ്ട്രീയക്കാര്. അരാഷ്ട്രീയക്കാരനാണ് വിജയ്ക്ക്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാ CPI, CPM, കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയൊക്കെ ഉണ്ട് ഈ സദസ്സിലിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്നറിയോ, ഇതാണ് ജനങ്ങളുടെ ഒരു പ്രതീക്ഷ, ജനങ്ങൾക്കൊപ്പമാണ്. അവിടെയാണ് ശ്രീമതി ടീച്ചർ മനസ്സിലാക്കേണ്ടത്. ശ്രീമതി ടീച്ചറും വിജയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമൊന്നുമല്ല ഞാൻ നടത്തുന്നത്. പക്ഷേ ശ്രീമതി ടീച്ചർ പറയുകയാണ്, ഇത്ര 10 വർഷം ഭരിച്ചിട്ട് 10-50 വർഷത്തെ പാർട്ടിയിലെ പാരമ്പര്യം ഉണ്ടായിട്ട് പറയാണ്, ജനങ്ങളുടെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇതിൽ പരം അപമാനം വേറെയുണ്ടോ? അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്നറിയോ, പയ്യന്നൂരിന്റെ ചുമതലയായിരുന്നല്ലോ ടീച്ചർക്ക്. പയ്യന്നൂരിൽ 1 മാസം പ്രവർത്തിച്ചു പാവൻ ടീച്ചർ. ജയിക്കാൻ കഴിയുമോ എന്നതിൽ ആദ്യം അല്പം ആശങ്ക ഉണ്ടായിരുന്നു. ജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു അത്ര ടീച്ചർക്ക്. എന്റെ ടീച്ചറെ, പയ്യന്നൂരിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങൾ എടുത്താലും അതിൽ കണ്ണും പൂട്ടി CPM ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു മണ്ഡലമായിരുന്നു പയ്യന്നൂർ അല്ലേ. ആ പയ്യന്നൂരിൽ ജയിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു അത്ര ടീച്ചർക്ക്. എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് പോലും അറിയായിരുന്നു, ശ്രീമതി ടീച്ചർക്ക് പോലും അറിയാമായിരുന്നു പാർട്ടി ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. TI മധുസൂദനനെ അല്ലെ ഈ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചു എന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞ TI മധുസൂദനനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. മാത്രമല്ല പൂമര സ്വരാജ് എന്താ പറഞ്ഞത്, കള്ളനാണവൻ, കള്ളൻ. ആര്? സ്വരാജിന്റെ അച്ഛനാവാൻ പ്രായമുള്ള കുഞ്ഞികൃഷ്ണൻ സഖാവ് ഇവിടെ പാർട്ടി പ്രവർത്തനം നടത്തിയ കാലത്ത് സ്വരാജ് ജനിച്ചിട്ട് കൂടിയില്ല. ആ രീതിയിലുള്ള സംശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരൻ ചൂണ്ടിക്കാട്ടി പറയാണ് അയാൾ കള്ളനാണ്. എന്തുകൊണ്ട് കള്ളനാണ്? അയാള് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ചോദിച്ചാളു. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ചോദിച്ചു. എങ്ങനെ കണക്ക് ചോദിക്കുക? ഞങ്ങൾ സഖാക്കള് പിരിപ്പിക്കും, ബുക്കും നക്കും. അതെങ്ങനെ ചോദിക്കാൻ പാടുവോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കാൻ പാടുവോ? അതാണ് KK രാഗേഷ് എന്ന് പറയുന്ന ഒരു വസ്തുവിനും കൊള്ളാത്ത. അങ്ങനെയാണ് നമ്മളെ പാണ്ഡ്യാല ഷാജേട്ടൻ പറഞ്ഞത്, ഇയാൾ ഒരു വസ്തുവിനും കൊള്ളാത്ത. അതെ, ഒരു വസ്തുവിനും കൊള്ളാത്ത ചില സാധനങ്ങളുണ്ട്. കഴിക്കാൻ നന്നാവൂല. കഴിക്കാൻ നന്നാവാത്ത ചില സാധനങ്ങളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അതിനൊരു സാധനമാണ് KK രാഗേഷ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ കണക്ക് അങ്ങനെ ഹാജരാക്കുന്നില്ല. കുഞ്ഞികൃഷ്ണൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ ഇതേപോലെ തന്നെ രാഗേഷും ഏത് രീതിയിലൊക്കെയാണ് അപമാനിച്ചത് അല്ലേ. അപ്പൊ ടീച്ചർക്ക് അറിയായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇത് പാർട്ടിയിലെ എല്ലാവർക്കും അറിയായിരുന്നു. തോറ്റു തുന്നപ്പാടുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ടീച്ചർക്കും അറിയായിരുന്നു.
തോൽക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് ശ്രീമതി ടീച്ചർക്ക് വരെ അറിയായിരുന്നു. പക്ഷെ പറയില്ല. പറഞ്ഞാൽ എന്താണ്? പറഞ്ഞാൽ കാരണഭൂതം തലയും കൊണ്ടുപോകും. പറഞ്ഞാൽ കാരണഭൂതം തലയും കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം ടീച്ചർ പറഞ്ഞില്ല. പിന്നെ അപ്പൊ ടീച്ചർക്ക് മനസ്സിലായിരുന്നു എന്താണ് അവിടുത്തെ സ്ഥിതി പരിതാപകരമാണ് എന്ന്. എന്നിട്ട് ടീച്ചർ പറയാണ് എന്നാൽ ജയിക്കുമെന്ന് തന്നെ കരുതി. കാരണം എന്താണ്? എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അതുണ്ടല്ലോ, കാരണഭൂതത്തിന്റെ തല നാട് നീളെ ഉണ്ടല്ലോ അല്ലേ? ഇത് സെബാസ്റ്റ്യൻ പോൾ മറ്റേ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് പാർട്ടി പരാജയപ്പെടാനുള്ള ഏക കാരണം പിണറായിയാണ്. ഈ തിരഞ്ഞെടുപ്പ് അത് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് ഏറ്റവും ഏറ്റവും കൃത്യമായ കാര്യമാണ് കേട്ടോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഈ നാട് നീളമുള്ള 3000 ഹോർഡിങ്ങുകൾ എത്ര കോടികളാണ് ചെലവഴിച്ചതല്ലേ? അമ്മ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്തൊന്നും ചോദിക്കാതെ ഈ കാരണഭൂതത്തിനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നാട് കടത്തിയിട്ടേ ഏതെങ്കിലും ഒരാളിനെ, ഒരു വലിയ കാര്യപ്രാപ്തിയുള്ള ആളൊന്നും വേണ്ട, ഏതെങ്കിലും ഒരാൾ നയിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ. മരുവൻ പറ്റൂല കേട്ടോ, മരുവനെ കാണുമ്പോൾ കാരണഭൂതത്തിന്റെ മുഖം ഓർമ്മ വരും. അപ്പൊ ഏതെങ്കിലും ഒരു സാധാ സഖാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഇലക്ഷനിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. സുഖമായി പാർട്ടി ജയിക്കുമായിരുന്നു. അങ്ങനെയാണ് സെബാസ്റ്റ്യൻ പോൾ നിരീക്ഷിക്കുന്നത് കേട്ടോ. കാരണം പറഞ്ഞാൽ പിണറായി വിജയന്റെ ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ അത്ര വലിയ എന്താ പറയാ മഹാപാതകങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല എന്നാണ് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. കാരണം സെബാസ്റ്റ്യൻ പോൾ ഈ CPM-നെ ഇത്രയും കാലം CPM-ന്റെ സഹയാത്രികനായിരുന്ന സെബാസ്റ്റ്യൻ പോൾ CPM-ന്റെ പ്രവർത്തനങ്ങളെയും CPM-ന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളെയും ഒന്നും തള്ളിക്കളയുന്നൊന്നുമില്ല കേട്ടോ. ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആകെ ചെയ്തത് എന്താണ്? ഇപ്പറയുന്ന ഈ ഒരു ഇരുണ്ട ഭൂതത്തെ, എന്താ പറയാ, ഒരു ദുർഭൂതത്തെ പ്രോജക്ട് ചെയ്യുക. ഈ ദുർഭൂതം നാട് നീളെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ, വീട്ടിൽ പോയി ചോദിക്കും മാറി നിൽക്ക് കടക്കപ്പുറത്ത്. ഇമ്മാതിരി വട്ടുപിടിച്ച ആളെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്കാകെ ഭ്രാന്താവില്ലേ? ആ ജനങ്ങൾക്ക് ഭ്രാന്തായിന്ന്. എന്നിട്ട് പോയി കണ്ട് എന്നാൽ പോട്ടെ, കോൺഗ്രസ്സുകാർ വരട്ടെ എന്ന് തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ എന്നാണ് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. ഞാൻ ഈ ശ്രീമതി ടീച്ചറുടെ ഫേസ്ബുക്കിലേക്ക് തന്നെ മറിഞ്ഞു വരെ. അപ്പം ജയിക്കുമെന്ന് ടീച്ചർ കരുതി. ജയിക്കും കാരണം മറ്റേ ഇതുണ്ടല്ലോ, തലാ ഫുൾ ഫിഗർ അത് ജയിക്കുമെന്ന് കരുതി ഇവര്. എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം മനോഭാവം മറച്ചു വെച്ച് LDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തു. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം, അവിടെയാണ് ടീച്ചർ ഇനിയും നന്നാവില്ല, എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ശ്രീമതി ടീച്ചർ പറയുകയാണ് ഞങ്ങളൊന്നും നന്നാവില്ല. കാരണം എന്താണ്? ഇവിടെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിഭാഗമാണ് LDF സ്ഥാനാർത്ഥിയായ TI മധുസൂദനെതിരെ വോട്ട് ചെയ്തത് എന്നാണ് ശ്രീമതി ടീച്ചർ കണ്ടെത്തിയത്. അതായത് കുഞ്ഞികൃഷ്ണൻ സഖാവിന് വോട്ട് ചെയ്ത ആൾക്കാർ മുഴുവനും തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരാണത്രേ. അപ്പൊ കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ നിലപാടുകളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ശ്രീമതി ടീച്ചർ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ്? TI മധുസൂദനൻ ശുദ്ധനാണ്, കുഞ്ഞികൃഷ്ണൻ സഖാവ് കള്ളനാണ് എന്ന് തന്നെയാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂമരൻ പറഞ്ഞ പോലെ പച്ച മലയാളത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൂമരൻ അങ്ങോട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞു അയാൾ കള്ളനാണെന്ന് പറഞ്ഞു. KK രാഗേഷും പറഞ്ഞു അയാൾ കള്ളനാണ് എന്ന് വേറെ രീതിയിൽ പറഞ്ഞു. കണക്ക് ഞങ്ങൾ ഹാജരാക്കില്ല, കണക്ക് പറയില്ല എന്നൊക്കെ KK രാഗേഷും ഈ പറയുന്ന അധമ വർത്തമാനങ്ങൾ പറഞ്ഞു. പക്ഷേ ശ്രീമതി ടീച്ചർ പറയുകയാണ് കുഞ്ഞികൃഷ്ണൻ സഖാവിന് വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ചു പോയ ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ഈ TI മധുസൂദന് ഇപ്പം കിട്ടിയൊരു വോട്ടുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കണക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ പയ്യന്നൂരില് ആകെ വോട്ട് 1,88,317. പോൾ ചെയ്തത് 1,55,970. പോൾ ചെയ്തത് 1,55,970. അതിൽ കുഞ്ഞികൃഷ്ണൻ സഖാവിന് കിട്ടിയത് 76,640 കുഞ്ഞികൃഷ്ണൻ സഖാവിന്. ഈ മറ്റേ രക്തസാക്ഷി ഫണ്ട് കട്ടുപിടിച്ച നമ്മുടെ നേതാവിന് TI മധുസൂദന് കിട്ടിയത് 69,153. അവിടെ BJPക്ക് കിട്ടിയിട്ടുണ്ട്. BJPക്ക് 8,432 വോട്ട് അവിടെ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ ഭൂരിപക്ഷം 7,487 7,487 വോട്ടിനാണ്. 7,487 വോട്ടിനാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പയ്യന്നൂരിൽ ജയിക്കുന്നത്. CPM-ന്റെ കോട്ട അല്ലെ, വെറും കോട്ടയല്ല, പൊന്നാപുരം കോട്ട. ആ കോട്ടയിൽ കഴിഞ്ഞ തവണ എത്രയായിരുന്നു ഭൂരിപക്ഷം എന്നറിയോ?
49,750 എന്ന് പറഞ്ഞ 50,000, അരലക്ഷം വോട്ടിന് ഒന്ന് ആലോചിച്ച് നോക്കി ടീച്ചറെ. നിങ്ങൾക്ക് ഈ പണി മതിയാക്കി പോയിക്കൂടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിന് ജയിച്ച നിങ്ങളുടെ സ്ഥാനാർത്ഥി 7,000 ചില്ലാൻ വോട്ടുകൾക്ക് തോറ്റുപോയി. അപ്പം ഇത്രയും ആൾക്കാർ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചു പോയി, അല്ലെ? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആൾക്കാരാണ് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആൾക്കാരാണ്. ഈ മധുസൂദനെ കിട്ടിയ വോട്ട് ശരിയായ ആൾക്കാരത്. അപ്പൊ ടീച്ചറെ നിങ്ങൾ മാറ്റി പറയണം, അതല്ല വാസ്തവം. മധുസൂദനന് TI മധുസൂദൻ എന്ന് പറഞ്ഞ കാലത്തെയും വലിയ കള്ളൻ, അല്ലെ? രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചവൻ, അയാൾക്ക് വോട്ട് ചെയ്ത നിങ്ങളുടെ സഖാക്കൾക്കാണ് തെറ്റ് പറ്റിയത്. നിങ്ങളുടെ ആ മധുസൂദന് കിട്ടിയ എത്ര വോട്ടാണ്? മധുസൂദന് കിട്ടിയ 69,153, അല്ലെ? 69,153 ആൾക്കാർക്കും തെറ്റുപറ്റി എന്ന് പറ ടീച്ചറെ. അപ്പോഴാണ് നമുക്ക് തിരുത്തൽ നടപടി തുടങ്ങുക. TI മധുസൂദൻ എന്ന് പറയുന്ന കള്ളന് 69,000 ആൾക്കാർ വോട്ട് ചെയ്തു, അവർക്ക് തെറ്റുപറ്റി. കുഞ്ഞികൃഷ്ണൻ സഖാവിന് വോട്ട് ചെയ്ത ആൾക്കാർക്ക് ശരിയുമാണ് എന്ന് ടീച്ചർ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തെറ്റ് തിരുത്തൽ തുടങ്ങാം. എങ്കിൽ പാർട്ടി രക്ഷപ്പെടും. പക്ഷെ ടീച്ചർ പറയില്ല. ടീച്ചർക്കറിയാം. ടീച്ചർ പറയില്ല. ടീച്ചർ പറഞ്ഞാൽ ഇപ്പോഴും കാരണഭൂതം ശക്തനാണ്. പാർട്ടിയിൽ ഇപ്പോഴും കാരണഭൂതം തന്നെയാണ്. കാരണഭൂതം പാർട്ടിയിൽ പിടിമുറുക്കുകയാണ്. കാരണഭൂതത്തിന് ഇനി 2 കാര്യം കൂടി ചെയ്യണം. ഈ വരുന്ന ഈ മന്ത്രിസഭയിൽ കാരണഭൂതത്തിന് എന്താവണം? പ്രതിപക്ഷ നേതാവാകണം. കാരണം അയാൾക്ക് ഈ പറയുന്ന ഈ കാറുകളുടെ അകമ്പടിയും ഈ സുഖ സൗകര്യങ്ങളൊന്നും അയാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഏതാണ്ട് പാതി വഴിക്ക് പരിപാടി നിർത്തിയിട്ട് കാര്യം ആരേൽപ്പിക്കണം? മരുമോനേൽപ്പിക്കണം. അങ്ങനെ തന്റെ പരമ്പര ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകണം എന്നാണ് കാരണഭൂതത്തിന്റെ മനസ്സിലിരിപ്പ്. അപ്പൊ കാരണഭൂതം ഇതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നർത്ഥം. പശ്ചിമ ബംഗാൾ പോലെ, ത്രിപുര പോലെ ഈ അധികകാലം കാത്തിരിക്കണ്ട. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ 2026 കഴിഞ്ഞ് 2031 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരു തെറ്റുതിരുത്തൽ നടക്കുന്നില്ല. തെറ്റുതിരുത്തൽ നടത്തണമെങ്കിൽ തെറ്റെന്നാണ് മനസ്സിലാക്കണ്ടേ. തെറ്റുതിരുത്തൽ നടത്തണമെങ്കിൽ പറ്റിപ്പോയ തെറ്റ് ഇതാണെന്ന് മനസ്സിലാക്കിയാലേ അത് തിരുത്താൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്കല്ല തെറ്റ് പറ്റിയത്, അവിടെ ഈ കുഞ്ഞികൃഷ്ണൻ സഖാവിന് വോട്ട് ചെയ്ത ആൾക്കാർക്കാണ് തെറ്റ് പറ്റിയത്. ഓരെ നന്നാക്കാൻ വേണ്ടി പോയാലേ ഓരെ നന്നാക്കാൻ വേണ്ടി പോകാറുള്ളൂ. അതാണ് മറ്റേ LDFന്റെ കൺവീനർ ഉണ്ടല്ലോ, മറ്റേ വലിയ കോൺസ്റ്റബിൾ, ഏത് TP രാമകൃഷ്ണൻ, ഒരു പെൺകുട്ടിയോടല്ലേ, ഒരു ഊർജ്ജസ്വലയായ പെൺകുട്ടിയോട്, ഫാത്തിമ താലിയോട് നാണം കെട്ട തോൽവി. ഞാൻ എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് പറയാണല്ലോ, എന്താണ് ഈ തെറ്റ് തിരുത്തിയ ആൾക്കാരൊക്കെ മടങ്ങി വന്നാൽ ഞങ്ങൾ പാർട്ടിയിൽ കയറ്റാം. ഏത് തെറ്റ് തിരുത്തി വന്നാൽ, ആര് തെറ്റ് തിരുത്തി വന്നാൽ അറിയോ? കുഞ്ഞികൃഷ്ണൻ സഖാവും TKജിയും G സുധാകരൻ സഖാവും ഒക്കെ ജയിച്ച, അല്ലെ? ഏറ്റുമുട്ടി നിങ്ങള് താനി തോന്നിയാസാണ്, എമ്മാടിത്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ജയിച്ചു പോയ ആൾക്കാരോട് ഇയാൾ പറയാണ്, നിങ്ങളൊക്കെ തെറ്റ് തിരുത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എടുക്കാന്ന്. ഇമ്മാതിരി വർത്താനം പറയാനുള്ള തൊലിക്കട്ടി ആലോചിച്ച് നോക്കിയാട്ടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഏറ്റവും വലിയ അധമ വർത്താനം പറഞ്ഞത്, ഏറ്റവും വലിയ തെമ്മാടിത്ത വർത്താനം പറഞ്ഞത് ഇയാളാണ്, TP രാമകൃഷ്ണനാണ്. അല്ല, കുഞ്ഞികൃഷ്ണൻ സഖാവ് നാളെ പറയാണ്, ഞാൻ ഈ TI മധുസൂദനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയി, അയാള് രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ് തെറ്റായിപ്പോയി, രക്തസാക്ഷി ഫണ്ടൊക്കെ മധുസൂദനെ കട്ടെടുക്കലൊക്കെ നല്ലതാണ്, നക്കലൊക്കെ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ MLA സ്ഥാനം രാജിവെക്കുകയാണ്, ഞാനിതാ നിങ്ങളെ വിനീതദാസനായിട്ട് പിണറായി വിജയന്റെ ആസനം കഴുകാൻ വേണ്ടിയിട്ട് ഞാനും കൂടി വരാമെന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതാണ് ഈ മണ്ടൻ. ഉളുപ്പില്ലാതെ പറയാണെന്ന്. തെറ്റ് തിരുത്തി വന്ന കുഞ്ഞികൃഷ്ണനെ തെരഞ്ഞെടുക്കാം, തെറ്റ് തിരുത്തി വന്ന സുധാകരനെ തിരിച്ചെടുക്കാം, തെറ്റ് തിരുത്തി വന്നാല് മറ്റേ TKജിയെ തിരിച്ചെടുക്കാം. ഒന്ന് പറയുന്നതിനൊരു ഉളുപ്പ് കണ്ട്. ഈ ഉളുപ്പില്ലാത്ത മനുഷ്യന്മാരുടെ ഒരു സങ്കേതമായി പോയല്ലോ ഈ CPM എന്നാണ് വിചാരിക്കുന്നത്. ഒന്നും പറയാനില്ല, അല്ലേ? എന്താ പറയാ ഇതിനൊക്കെ എന്താ പറയാ? നിങ്ങൾ പറ, ഇതിനൊക്കെ എന്ത് മറുപടി പറയാ? അപ്പൊ ഏതായാലും ശ്രീമതി ടീച്ചറിന്റെ ബോധ്യവുമായി പോട്ടെ. കാരണം ഏതായാലും ഈ CPMന്റെ കഥ ഏതായാലും കാരണഭൂതം കഴിച്ചു. ഇനി ഇതിന്റെ ശവമടക്കാണ്. അതങ്ങോട്ട് 2031 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു എന്താ പറയാ, അടക്ക് കർമ്മങ്ങൾ നിർവഹിക്കട്ടെ എന്ന് മാത്രമല്ലേ നമുക്ക് പറയാനുള്ളൂ, അല്ലേ?
അല്ലാതെ എന്താ പറയാ